ബംഗ്ലാദേശ് കത്തുക തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന കാര്യം ദീപു ചന്ദ്രദാസിന്റെ കാര്യം, മരത്തിൽ കെട്ടിയിട്ട് അദ്ദേഹത്തിനെ മരത്തോടുകൂടി കത്തിച്ചു. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഡോക്ടർ നജീബ് ഉള്ള അദ്ദേഹത്തിനെതിരെ ആ താലിബാന്റെ ആ ഏറ്റവും ഭീകരമായിട്ടുള്ള മുഖം കാണിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ ഇതുപോലാണെന്നുള്ള അദ്ദേഹത്തിന്റെ അംഗങ്ങൾ വിച്ഛേദിച്ച് വരെ അവിടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്, കൊന്നിട്ട് എന്ന് പറയുന്നതിലും ക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ കത്തിച്ചു കൊല്ലുക. ഒരു ഫാക്ടറി തൊഴിലാളിയാണ്, തൊഴിൽ ചെയ്തിട്ട് വരുന്ന വഴിക്കാണ്. അതുകൂടാതെ ഇപ്പോൾ BNP പ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു കലാപം. BNPയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ബിലാൽ ഹുസൈൻ്റെ വീടിന് നേരെ നടത്തിയ ആക്രമണം അതിലും ഭയങ്കരമാണ്. വീട് പുറത്തു നിന്നങ്ങ് പൂട്ടി, വീട്ടുകാർക്ക് ഇറങ്ങാൻ പറ്റില്ല, എന്നിട്ട് പെട്രോൾ ഒഴിച്ചാൽ കത്തിച്ചേക്കുക. ഒരു രാഷ്ട്രീയ പ്രവൃത്തി. ഇതങ്ങനെയാണോ ജനാധിപത്യവും തെരഞ്ഞെടുപ്പും നടത്തേണ്ടത്? ഇത് അവിടെ ഏറ്റവും വലിയ ദാരുണമായ സംഭവം എന്ന് പറഞ്ഞാൽ പിഞ്ചു കുട്ടി, 7 വയസ്സുകാരിയായ കുഞ്ഞ് അതിൽ വെന്തു മരിക്കുക. നൊന്തുപോകുന്ന സന്ദർഭങ്ങളല്ലേ ഈ മനുഷ്യ മനസ്സ് മരവിച്ചു പോകുന്ന സന്ദർഭങ്ങളല്ലേ? ഇതെങ്ങോട്ടാണ് ബംഗ്ലാദേശിൻ്റെ ഈ പോക്ക്? മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന വെറും യൂനച്ച് മാത്രമാണ്. എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്? രാജ്യത്തെ ഒന്ന് നേരെയാക്കാൻ എത്രയോ സമയം അദ്ദേഹത്തിന് കിട്ടി. എന്താണിത്? തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണമെന്ന് പട്ടാള ഭരണ മേധാവി പറഞ്ഞതാണ്. അത് വൈകിച്ച് തന്റെ ഒരു തിരിച്ചടിയും കൂടെ അല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് വൈകിച്ചതിന്റെ മാത്രമല്ല, പല കാരണം കണ്ടു. ഒന്നാമത്തെ കാര്യം, ഈ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ കലാപം, ഈ ജൂലൈ കഴിഞ്ഞ 2024 കഴിഞ്ഞ വർഷത്തെ കലാപം തൊട്ട് തന്നെ നമ്മൾ കണ്ടത് അവിടെ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമേ അല്ല, വളരെ പ്രാകൃതമായ അങ്ങേയറ്റത്തെ ഗോത്ര കലാപങ്ങൾ പോലെ മനുഷ്യപ്പറ്റില്ലാത്ത ഈ കണ്ണിൽ ചോരയില്ലാത്ത ഈ അങ്ങനെയാണല്ലോ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത, അച്ഛനെയും അമ്മയും തിരിച്ചറിയാത്ത തരത്തിലുള്ള ബ്രൂട്ടൽ എന്നൊക്കെ പറയുന്നത് ഈ മൃഗങ്ങൾ പോലും അവർക്ക് അപമാനമാണ്. അപ്പോ അത്തരത്തില് കലാപമാണ്. ആ കലാപത്തിന് തീർച്ചയായിട്ടും അതേ നാണയത്തിൽ തിരിച്ചടി ഉണ്ടായി എന്നുള്ള ഒരു കൊല്ലം 1.5 കൊല്ലം കഴിയുന്നതിന് മുമ്പ്, കഴിഞ്ഞ കൊല്ലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അവിടെ അന്ന് ചെയ്തിരുന്നത് ഇതേ പണിയൊക്കെ തന്നെയാണ്, അതിഭീകരമായ പണിയല്ല, യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത. മാത്രമല്ല, ആ രാജ്യം അതിന്റെ നികുതി പണം കൊണ്ട്, ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിലൊന്നാണല്ലോ ബംഗ്ലാദേശ്, ആ രാജ്യം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുത്ത അവിടുത്തെ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങള്, കെട്ടിടങ്ങള്, സെക്രട്ടേറിയറ്റുകള്, മന്ത്രിമന്ദിരങ്ങള്, ഇതെല്ലാം അല്ലേ ഇവർ കത്തിച്ചത്. എത്രയാണ് അവരുണ്ടാക്കിയ പൊതുമുതലിന്റെ നഷ്ടം? ഇവർ ജനാധിപത്യ ബോധമുള്ളവരാണെങ്കിൽ അതിനകത്തിരിക്കുന്നവരെ തോൽപ്പിക്കാം, അവിടുന്ന് ജനാധിപത്യ രീതിയിൽ പുറത്താക്കാം. എന്നിട്ട് ഇവർക്ക് കയറിയിരിക്കാനുള്ളത് ഈ ആസ്ഥാനമല്ലേ, അതുപോലും അവർക്ക് വേണ്ട. അതിന്റെ ഫലമാണ് ഇപ്പോ. മാത്രമല്ല, ഇലക്ഷൻ പ്രഖ്യാപിച്ചല്ലോ ഫെബ്രുവരി 12 മറ്റോ, അടുത്ത 2026 ഫെബ്രുവരി 12 നടക്കാൻ സാധ്യതയില്ല, നടക്കാൻ പാടില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫെബ്രുവരി 12 തെരഞ്ഞെടുപ്പില് ഒരു പക്ഷേ ഈ യൂത്തിനെ നയിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രമുഖനായ ഒരു നേതാവായിട്ട് അധികാരത്തിൽ വരുമായിരുന്ന ഒരു നേതാവിനെയാണ് കൊന്നത്. ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന യുവ നേതാവാണ്, വിദ്യാർത്ഥികളുടെ നേതാവാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്. അവൻ ഈ കലാപത്തെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത ആളാണ്. 2024 കലാപത്തെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത ആളാണ്. ഒരു പക്ഷെ അധികാരത്തിൽ പോലും വരാൻ ഇടയുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോ ഒരു റവല്യൂഷൻ വന്നു, മറിച്ച് കലാപം വന്നു. എന്തുകൊണ്ടാ? അങ്ങനെ അവൻ അധികാരത്തിൽ വരാൻ പാടില്ല. അവൻ നല്ല ഇനി ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഇപ്പൊ വിഭാവന ചെയ്ത രീതിയിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കാര്യമില്ല, നടക്കാൻ പാടില്ല. കാരണം അതിൽ അവാമി ലീഗ് ഇല്ല. അവാമി ലീഗ് ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് എങ്ങനെ ജനാധിപത്യപരമാവുക, എങ്ങനെ ഇൻക്ലൂസീവ് ആവുക? അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയില്ലേ, നേരെ ചൊവ്വേ നടക്കുന്ന ഒരു ഇലക്ഷൻ ആവില്ലല്ലോ അത്. ആ ഇലക്ഷനിൽ ഇപ്പൊ അട്ടിമറി പോലെ തന്നെ 2024 ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് അവർക്കെതിരെ കലാപം ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ക്രമസമാധാന പാലനത്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പോലീസ് മേധാവി, ഇവർക്ക് മുഴുവൻ കൊലക്കുറ്റം, ഇവർക്ക് മുഴുവൻ വധശിക്ഷ. അത് കൊടുത്തുകൊണ്ടാണ് ഈ പ്രാണനും കൊണ്ട് ഇന്ത്യയിൽ ഓടി വന്ന, ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം, അവരുടെ രക്തത്തിനും മാംസത്തിനും വേണ്ടി ദാഹിക്കുക. ഇങ്ങനെ ഇലക്ഷൻ നടന്നിട്ട് എന്താ കാര്യം? അപ്പൊ ആ ഇലക്ഷൻ നടക്കാൻ പാടില്ല. അതിനുവേണ്ടി നടന്ന ഏറ്റവും പ്ലാൻഡ് ആയ, ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഹാദിയെ കൊലപ്പെടുത്തിയത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഹാദിയെ കൊലപ്പെടുത്തിയതിനോടനുബന്ധിച്ച് കൃത്യമായിട്ട് ഇപ്പോ നമ്മൾ കാണുന്ന ഈ കലാപം ഉണ്ടല്ലോ, അതിഭീകരമായ ഒരു രക്തരൂഷിതമായ കലാപം, ആ കലാപത്തിന് കൃത്യം എണ്ണയൊഴിക്കുക, ആ കലാപത്തിന് തിരികൊളുത്താൻ വേണ്ടി തന്നെയാണ് ഹാദിയെ കൊന്നത്. ആരാണ് അജ്ഞാതർ എന്നൊക്കെയാണല്ലോ പറയണത്. ആ അജ്ഞാതർ ആരുമാകാം. ഒരുപക്ഷെ ഷെയ്ഖ് ഹസീനക്കെതിരായി അവിടെ 2024 നടന്ന കലാപം അവരുടേതല്ലല്ലോ.
ബംഗ്ലാദേശിൽ കലാപത്തിന് ആദ്യം വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ വർഷങ്ങളായി തന്നെ അവിടെ തിരി കൊളുത്തിയിരുന്നു. ഹസീന ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ തെരഞ്ഞെടുപ്പിലൂടെ പർച്ചേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടന്നതാണ്. അത് നടന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അടുത്ത ഡീപ് സ്റ്റേറ്റ് ഇറങ്ങുന്നത്. പണച്ചാക്കുകളുമായിട്ട് ആഗോള മുതലാളിമാർ വന്ന് ഈ കലാപത്തിന് കാരണമുണ്ടാക്കുന്നു, ജനങ്ങളുടെ മനസ്സിൽ പ്രോപ്പഗാൻഡ നടത്തുന്നു, കലാപത്തിന് ആയുധങ്ങൾ എത്തിക്കുന്നു, കലാപത്തിന് പണം കൊടുക്കുന്നു. അങ്ങനെയാണല്ലോ അവിടെ നടന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു റിവേഴ്സാണ്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പൊ നടന്നതെങ്കിൽ അതിന്റെ പിന്നിലും ഈ അജ്ഞാതർ എന്നൊക്കെ പറഞ്ഞ ആരാണെന്ന് സംശയിക്കണം. ആരും ആകാം. അന്ന് ബംഗ്ലാദേശില് വളരെ സാമാന്യം ജനാധിപത്യ രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണ് ശ്രമം നടന്നതെങ്കിൽ അതിന്റെ പിന്നിൽ അമേരിക്ക ആയിരുന്നെങ്കിൽ, അങ്ങനെയാണ് മുഹമ്മദ് യൂനുസ് വന്നതെങ്കിൽ ഇപ്പോ ആ ഗവൺമെന്റിനെ അട്ടിമറിക്കേണ്ടതുണ്ട്. ഇതിപ്പോ ബംഗ്ലാദേശിന്റെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയുടെയും കൂടെ പ്രശ്നമാണല്ലോ. കാരണം ഈ ആക്രമണകാരികൾ ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി തൊഴിലാളിയെ പാവത്തിനെ ഫാക്ടറിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ മരത്തിൽ കെട്ടിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് മരത്തോടെ തീ കത്തിക്കുകയാണ് ചെയ്തത്. അത് വളരെയധികം രോഷം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. എന്നു മാത്രമല്ല, അതിനോട് അനുബന്ധിച്ചിട്ട് ഈ ആക്രമണങ്ങളിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ വീടിന് നേരെ, അവിടെ എംബസിയിലല്ല, ഹൈക്കമ്മീഷൻ മാത്രമേ ഉള്ളൂ, പിന്നെ കോമൺവെൽത്ത് രാജ്യങ്ങളായതുകൊണ്ടുള്ള പ്രത്യേകത, ആ വീടിന് നേരെ ആക്രമണം നടത്തി. അപ്പം ഇന്ത്യ പ്രതിഷേധിച്ചു. ഇപ്പോൾ അവർ ബംഗ്ലാദേശ് പറയുന്നത് ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് നേരെ ആളുകൾ പ്രതിഷേധിച്ചു എന്ന ഒരു നറേറ്റീവ്. ഇന്ത്യ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിഷേധിക്കുകയാണ് വീണ്ടും ബംഗ്ലാദേശ്. അപ്പോൾ ഒരു സാധാരണഗതിയിൽ ഡിപ്ലോമസി അനുസരിച്ച് അതങ്ങ് കേൾക്കുക എന്നുള്ളതാണ്. ഇത് വീണ്ടും അവർ നമ്മളെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ യഥാർത്ഥ ചിത്രം ഇന്ത്യ കൊടുത്തു. ഒരു 25 പേര് ദീപു ചന്ദ്രദാസിനെ കൊന്നതിൽ പ്രതിഷേധിച്ച് എംബസിയുടെ മുമ്പിൽ കുത്തടിച്ചുകൂടി പ്രതിഷേധം അറിയിച്ചു. അവരെ അപ്പം തന്നെ പിരിച്ചുവിടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അതിനെ ഇന്ത്യക്കെതിരായിട്ട് ഈ അവിടെ ഉണ്ടായിരിക്കുന്ന വികാരത്തെ, സെന്റിമെന്റുകളെ ഇന്ത്യക്കെതിരായിട്ട് തിരിച്ചുവിടാനുള്ള ശ്രമം കൂടി മുഹമ്മദ് യൂനസിന്റെ ഭരണകൂടം ഇപ്പം നടത്തുന്നൊന്നല്ലേ. ഒരു സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പ്രതിഷേധത്തെ അതിൻ്റെ ആ അനുപാതത്തിനപ്പുറമുള്ള ഒന്നാക്കി മാറ്റി കൊണ്ട് ഇന്ത്യയുമായിട്ട് കക്ഷി ചേരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, കൊമ്പ് കോർക്കാൻ, അതാണ് ശരിയായ വാക്ക്, ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയല്ല. ഈ സാധാരണ വാർത്തകളുടെ ഒരു നിഷ്കളങ്കത വെച്ച് നമ്മൾ ഇതിനെ വായിക്കേണ്ടതെന്ന് ഞാൻ പറയാം. കുറച്ചുകൂടി ജേർണലിസ്റ്റിക് ഡെപ്തിൽ നമുക്ക് ഇതിനെ കാണാം. കാരണം ഇന്ത്യയോട് ബംഗ്ലാദേശിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ വിരോധം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്? ഒന്ന്, ഷെയ്ഖ് ഹസീന അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഇന്ത്യക്ക് അനുകൂലമായാണ് ഭരിച്ചത്. ഹസീനയുടെ പിതാവിന്റെ കാലം തൊട്ട് തന്നെ, അവിടുത്തെ രാഷ്ട്രപിതാവായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ കാലം തൊട്ട് തന്നെ ആ ഒരു ബന്ധം ഇന്ത്യയുമായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായതല്ല, ചരിത്രപരമായിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് വളരെ സൗഹോദര്യത്തോടെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയോട് ശത്രുത ഉണ്ടായിരുന്നില്ല അവരുടെ കാലത്ത്. മൂന്നാമത്തെ കാരണം, ഷെയ്ഖ് ഹസീനക്ക് നമ്മൾ അഭയം കൊടുത്തു. 4, ഷെയ്ഖ് ഹസീനക്ക് അവര് വധശിക്ഷ വിധിച്ചിട്ടും നമ്മളോട് ഈ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും വിട്ടുകൊടുക്കുകയില്ല നമ്മൾ പ്രഖ്യാപിച്ചു. ഇതൊരു വിരോധമാവാം. എന്നാൽ ഇതിനപ്പുറത്തൊരു കാരണം കണ്ടുകൂടെ നമുക്ക്? ഈ ബംഗ്ലാദേശിലെ വർഗീയമായൊരു വികാരമുണ്ട്. ഇന്ത്യൻ വംശക്കാരെ, ഈ ഹിന്ദു സന്യാസിമാരെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം അവിടെ ഉണ്ട്. ഇപ്പൊ ഈ ദാസിനെ കൊലപ്പെടുത്തിയപ്പോഴുള്ള സ്വഭാവം എന്താ? ഒന്ന്, അവൻ ഹിന്ദുവാണ്. 2, അവൻ ഇന്ത്യക്കാരനാണ്. അവനെ അതിഭീകരമായിട്ടാണ് കൊന്നത്. അല്ല, അവൻ ബംഗ്ലാദേശ് പൗരനല്ലേ? അല്ലേ, ഇന്ത്യക്കാരെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇന്ത്യൻ വംശക്കാരനാണ്. പൗരത്വം ഉണ്ടാവുമായിരിക്കും. ബംഗ്ലാദേശിലെ പൗരത്വം ആരും കൊതിക്കുന്നൊന്നുമല്ലല്ലോ. നിവൃത്തികളുണ്ട്. അവിടെ ഒരു തുണിക്കമ്പനിയിലെ പണിയാണ്, ഗാർമെന്റ് ഫാക്ടറിയിലെ സാധാരണ തൊഴിലാളിയാണ്. 27 വയസ്സേ ഉള്ളൂ. അപ്പൊ അവനെ കൊന്നു എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും? ഒരു കാര്യം വളരെ കൃത്യമാണ്. എനിക്ക് തോന്നുന്നത് ഇവന്റെ ഹാദിയുടെ കൊലപാതകം പ്ലാൻഡ് ആണെങ്കിൽ, അത് അജ്ഞാതരായ ആളുകൾ വന്ന് കൊലപ്പെടുത്തിയതാണെങ്കിൽ, അതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ഒരു കൗണ്ടർ കലാപം, 2024 കലാപത്തിന് എതിരായ ഒരു കൗണ്ടർ കലാപം വന്നുവെങ്കിൽ, അതിൽ തന്നെ കൊല്ലപ്പെട്ടത് അവിടുത്തെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നുവെങ്കിൽ, ഈ വരാൻ പോകുന്ന 2026 ഫെബ്രുവരി 12 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അയാൾ കൊല്ലപ്പെട്ടത്? അയാളെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഒരു വലിയ കലാപം ആവശ്യമായത് എന്തുകൊണ്ടായിരിക്കും? തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക എന്ന നിർബന്ധമായ അജണ്ട അതിന്റെ പിന്നിലുണ്ടാകും. നമ്മളെക്കാൾ സൂക്ഷ്മമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്ന ബോധ്യവും ബംഗ്ലാദേശികൾക്കുണ്ടാകും. ഹാദിയെ കൊന്നതിന് ബദലായി എന്തിനാണ് ഇത്ര ബ്രൂട്ടലായിട്ട് ഒരു ഇന്ത്യക്കാരനെ കൊന്നത്? അത് ഇന്ത്യക്കുള്ള ഡോസാണ് എന്നതിന്റെ തെളിവാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണറെയും ഇന്ത്യ വിരുദ്ധമായ വികാരങ്ങളും ഒക്കെ അവർ പ്രകടിപ്പിക്കുന്നത്. ന്യായമായി നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യം, നമുക്കും ഈ പണിയൊക്കെ ആവാമല്ലോ. ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പണി പണ്ട് പടിഞ്ഞാറൻ ലോകത്തിന് മാത്രം അറിയാവുന്ന പണിയായിരുന്നു.
ബംഗ്ലാദേശിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ പാടുണ്ടോ? തെരഞ്ഞെടുപ്പ് എത്രയും നേരത്തെ നടന്നാൽ നല്ലതാണ്, പക്ഷെ അത് ഇൻക്ലൂസീവ് ആകണ്ടേ? ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഇല്ലാതെ, അവാമി ലീഗ് ഇല്ലാതെ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ എങ്ങനെ ജനാധിപത്യപരമാകും? ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടതില്ലേ? മാറ്റിവെക്കാൻ ബംഗ്ലാദേശികൾ ഇപ്പൊ പഠിച്ചു വെച്ച പാഠം വെച്ചിട്ട് ജനാധിപത്യ രീതിയിൽ അവരോട് ഉപദേശിക്കാൻ പോയിട്ട് കാര്യമില്ല. കലാപത്തിന് കലാപം, അക്രമത്തിന് അക്രമം, അതേ വഴിയുള്ളൂ. അങ്ങനെ ഒരു അക്രമം അങ്ങനെ ഈ പുതിയ കലാപം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ അജ്ഞാതർ ആരൊക്കെ ആവാം. ഒരു പക്ഷേ അത് ഇന്ത്യക്ക് കൂടി ആവശ്യമുള്ളതാണ് ഇപ്പോഴത്തെ ഈ കലാപം. കാരണം ഡിപ്ലോമാറ്റിക്, ഇപ്പൊ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയം പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഈ കലാപം ബംഗ്ലാദേശിൽ ആവശ്യമായിരുന്നില്ലേ എന്ന് ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും മനുഷ്യനെ കൊല്ലുന്നത് എല്ലാ കാലത്തും അപലപിക്കേണ്ടതാണ്, അത് തർക്കൂല, എങ്ങനെ കൊന്നാലും. പക്ഷെ ബ്രൂട്ടൽ ടു ബ്രൂട്ടൽ അങ്ങനെയല്ല, ബ്രൂട്ടാലിറ്റി വേഴ്സസ് ബ്രൂട്ടാലിറ്റി, അതാണ് ബംഗ്ലാദേശിനോട് മനസ്സിലാകുന്ന ഭാഷ. അപ്പോ അവര് ചെയ്തിരിക്കുന്നത് ഹാദിയെ കൊന്നതിന് ബദലായി ഇപ്പോ അല്ല, നമുക്ക് ഇങ്ങനെ പറയാം, സീറോ ടോളറൻസ് ടു ടെററിസം എന്നും വേണമെങ്കിൽ പറയാം. അതൊരു ടെററിസമാണ് അവിടെ നടന്നിരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ത്യ ചെയ്താലും അതിന് കുറ്റം പറയാനില്ല, സീറോ ടോളറൻസ് ആണ് അതിന് വേണ്ടി. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു വന്ന അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇത് യാദൃച്ഛികമാണെന്ന് കരുതാൻ വയ്യ, പ്ലാൻഡ് ആണ്. ആ പ്ലാനിങ്ങിൽ ബംഗ്ലാദേശികൾ മാത്രമല്ല പുറമെയുള്ള താല്പര്യങ്ങളും ഉണ്ടാകാം. തീർച്ചയായിട്ടും ഇപ്പൊ അവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഈ ഷെയ്ഖ് ഹസീന വിരുദ്ധമായ ഒരു ഗവൺമെന്റ്, അവാമി ലീഗിനെതിരായ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമികൾ ഉൾപ്പെടെയുള്ള നിരോധിക്കപ്പെട്ട അവിടുത്തെ കടുത്ത ഇസ്ലാമിക തീവ്രവാദികൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് ഹിന്ദു ന്യൂനപക്ഷത്തിനും ഇന്ത്യക്കും എതിരായിരിക്കും. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് ഇപ്പൊ ലീഡർഷിപ്പ് ഇല്ല. ഖാലിദ സിയ ഏതാണ്ട് മരണക്കിടക്കയിലാണ്, മരിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പുവരുത്തിയിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ അരാജകത്വം നിറഞ്ഞൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഷെയ്ഖ് ഹസീനയുടെ ജീവൻ പോലും അപകടത്തിലാണ്. ഇന്ത്യയുമായുള്ള ഇന്ത്യയുടെ സമാധാനവും അപകടത്തിലാണ്. മാത്രമല്ല ആ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഈ മുഹമ്മദ് യൂനിസ് കൂടുതൽ പ്രബലമാവുകയും അമേരിക്കയുടെ ഹോൾഡ് കുറെ കൂടി കൂടുകയും ചെയ്യോടെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ഇന്ത്യ കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ കലാപം എന്നാണ്. ദാസിന് തീർച്ചയായിട്ടും അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നിരപരാധികളായ ഇന്ത്യക്കാർക്കായിരിക്കും അതിന്റെ തൽക്കാലത്തേക്ക് ഒരു റിറ്റാലിയേഷൻ എന്ന് പറയില്ല, നമ്മൾ തിരിച്ചടി കിട്ടുക. ഈ പാവം ദീപു ദാസോ ബംഗ്ലാദേശിന് ഭ്രാന്ത് പിടിക്കാതെ നോക്കേണ്ടത് ഇന്ത്യയുടെയും കൂടി ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ വേറൊന്നുണ്ട്, രണ്ട് വഴിയേ ഉള്ളൂ. ഭ്രാന്തിനെ ഭ്രാന്ത് കൊണ്ട് എടുക്കുക എന്ന് പറയില്ല, വേറെ വഴിയില്ല. അവിടെ ഇസ്ലാമിക തീവ്രവാദികൾ ഭ്രാന്ത് പിടിപ്പിച്ച ചിലരല്ല, വലിയൊരു വിഭാഗം അവിടെ ഉണ്ട്. അവരാണ് ബംഗ്ലാദേശികളുടെ തന്നെ ശത്രു. അവരെ നേരിടാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള ആലോചനകളും പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടാവും, നയതന്ത്ര പ്രയോഗങ്ങളും ഉണ്ടാവും. അതിൽ ഇന്ത്യയും പങ്കുവഹിക്കുന്നുണ്ടാവണം. അങ്ങനെ പങ്കുവഹിക്കുക തന്നെ വേണം. ഇന്ത്യക്ക് ഒരു റോളുണ്ട്. കാരണം ഇന്ത്യയുടെ സുരക്ഷ, ഡെറ്ററൻസ്, അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് അഹമ്മദ് മാഷ് നമ്മളോട് പറയുന്നത്. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ പറയാൻ അറിയാവുന്നതും അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.